Hello everyone, welcome back to my YouTube channel Genga Manish at Skyhawk. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ലോ ഓഫ് വൈബ്രേഷൻ. ലോ ഓഫ് അട്രാക്ഷൻ എല്ലാവർക്കും അറിയായിരിക്കും. ലോ ഓഫ് അട്രാക്ഷനിലേക്ക് എത്തണമെങ്കിൽ ലോ ഓഫ് വൈബ്രേഷൻ അറിഞ്ഞിരിക്കണം. നമ്മളൊരു കാര്യം ആഗ്രഹിച്ച് അത് നേടാൻ വേണ്ടി മാനിഫെസ്റ്റേഷൻ ടെക്നിക്കായ വിഷ്വലൈസേഷൻ, അഫർമേഷൻ ഇതെല്ലാം ഉപയോഗിക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് നടക്കത്തില്ല. കാരണം എന്താണ്? നമ്മൾ വൈബ്രേഷനിൽ മിസ്മാച്ച്. എന്നാൽ ചിലരാകട്ടെ ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ, പക്ഷേ ഒരു ടെക്നിക്കും അവർക്ക് അറിയത്തുപോലുമില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൽ അത് പെട്ടെന്ന് തന്നെ സാധിക്കും. കാരണം അവരുടെ ഇന്നർ വൈബ്രേഷൻ വളരെ ഹൈ ആയിരിക്കും. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദിസ് ടോപ്പിക്, ലോ ഓഫ് വൈബ്രേഷൻ. അതിനു മുമ്പ് എൻ്റെ ഈ ചാനലിൽ വന്ന് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, എന്നാലെല്ലാം പറയാനൊരു ഗും വരത്തുള്ളൂ. ഓക്കെ, സോ ലോ ഓഫ് വൈബ്രേഷൻ. ലോ ഓഫ് വൈബ്രേഷൻ പറയുന്നത് ലോകത്തിലെ എല്ലാം ഒരു എനർജിയാണ്. എല്ലാത്തിനും ഒരു ഫ്രീക്വൻസി ഉണ്ട്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വേർഡ്സ് എല്ലാം ഒരു ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണോ അതിൻ്റെ ഫ്രീക്വൻസി മാച്ച് ആയാൽ മാത്രമേ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ നടക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് സമാധാനം വേണം, പക്ഷേ നമ്മുടെ മനസ്സിൽ എപ്പോഴും ടെൻഷൻസും ആകെപ്പാടെ പേടിയൊക്കെയാണ്. സോ നമുക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ഫിയറും ടെൻഷൻസും മാത്രമാണ്. അതേപോലെ നമുക്ക് മണി വേണം, നമ്മൾ ഫിനാൻഷ്യലി സെറ്റിൽ ആകണം. സോ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ഞാൻ യൂസ് ചെയ്യുകയെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ മൈൻഡിൻ്റെ ഇന്നർ മൈൻഡിൽ എന്താണ്? നമുക്ക് സ്കാഴ്സിറ്റി, ദാരിദ്ര്യം, കടം മേടിക്കേണ്ട കാര്യം, ലോൺ, ഇതൊക്കെയാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ ലോ ഓഫ് വൈബ്രേഷൻ വർക്കാവും? സോ നമ്മുടെ വൈബ്രേഷൻ മിസ്മാച്ച് ആയിട്ട് നമുക്ക് നേരെ സ്കാഴ്സിറ്റിയൊക്കെ മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഫ്രീക്വൻസി നമ്മുടെ ഫ്രീക്വൻസി ആയിട്ട് എപ്പോൾ മാച്ച് ആകുമോ അപ്പോഴാണ് ലോ ഓഫ് വൈബ്രേഷൻ ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതിപ്പോൾ എങ്ങനെ നടക്കും? എങ്ങനെയാണ് നടക്കേണ്ടത്? നമുക്ക് എപ്പോഴും ടെൻഷൻസാണ്. നമ്മൾ എങ്ങനെ ടെൻഷൻസിനെ മാറ്റാൻ പറ്റും? നമുക്കത് മാറ്റാൻ പാടാണ്, പക്ഷേ നമ്മൾ ഇൻറ്റൻഷനലി മാറ്റണം. സോ ഹൗ ടു ചേഞ്ച് യുവർ വൈബ്രേഷൻസും. ഈ വൈബ്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ താക്കോൽ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുന്ന ആദ്യ കുറേ മിനിറ്റുകളാണ്. 5 to 10 minutes നമ്മൾ എഴുന്നേറ്റ ശേഷം ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച ശേഷം ഇന്നർ സൈലൻസ്, നമ്മളൊരു 10 മിനിറ്റ് സൈലൻസിലിരിക്കുക, നല്ല അഫർമേഷൻ പറയുക, പ്രാർത്ഥിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മുടെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന എനർജീസിനെ ഒരുമിപ്പിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ 10 second റൂൾ എന്ന് പറയും. നമ്മുടെ തോട്ട് റീസെറ്റ്. ഇന്നത്തെ ദിവസം വളരെ മോശമാണ് എന്നുള്ളത് പെട്ടെന്ന് ക്യാൻസൽ ചെയ്തിട്ട് ഇന്നത്തെ ദിവസം ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്, അങ്ങനെ ഓരോ തോട്ടിലും അവെയറായി നമ്മളത് റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമുക്ക് പെട്ടെന്ന് പാടായിരിക്കും. നമുക്ക് ഇൻറ്റൻഷ്യലി നമ്മൾ റിയാലിറ്റിയെ മറന്ന് നമ്മൾ ഈ പറയുന്ന തോട്ടിനെ മാറ്റിക്കൊണ്ടിരിക്കുക. തേർഡ് എന്ന് വെച്ചാൽ ഇമോഷണൽ ട്യൂണിങ്. നമ്മുടെ ഇമോഷൻസ് നമ്മുടെ വൈബ്രേഷനെ ശരിക്കും അറിയാമല്ലോ, അതൊരു കോമൺ ഫാക്ടറാണ്. നമ്മുടെ മനസ്സ് കാമായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വൈബ്രേഷൻസ് ഹൈ ആയിരിക്കും. എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോഴോ ഭയങ്കര ഹൈ ആയിരിക്കും. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നതിന് കാരണം എന്താ? ഗ്രാറ്റിറ്റ്യൂഡ്സ് പറയുമ്പോൾ നമ്മുടെ മനസ്സ് എക്സ്പാൻഡഡ് ആയിരിക്കും. നന്ദി പറഞ്ഞ് നമ്മൾ ആ ഒരു സന്തോഷത്തിൻ്റെ ഇതിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കുന്നത്. ബട്ട് ഫിയർ ഓർ ആങ്കർ ആകുമ്പോഴോ നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് എല്ലാം ഡൗൺ ആയി നമ്മുടെ വൈബ്രേഷൻസ് 0 ആകും. സോ നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ തന്നെ ട്യൂൺ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ ബോഡിക്കും വൈബ്രേഷൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മനസ്സ് ഓക്കെയാണ്, നമുക്കെല്ലാം സെറ്റാണ്, പക്ഷേ നമ്മളൊരു റൂമിലിരിക്കുകയാണ്, നല്ല തണുപ്പുണ്ട്, പെട്ടെന്ന് നമ്മുടെ വൈബ്രേഷൻ ലോ ആയിട്ട് നമ്മൾ ഉറക്കം വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ബോഡിയുടെ പോസ്റ്റർ ചേഞ്ച് ചെയ്യുക. ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നടക്കുക. വാക്കിംഗ് ഈസ് നൈസ്. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് നമുക്കൊരു സോങ് കേൾക്കാം. സോങ് കേൾക്കുന്നത് ശ്രദ്ധിക്കണം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നൊക്കെയുള്ള സോങ് ഉണ്ടല്ലോ, അതൊക്കെ കേട്ടിരുന്ന് കരയാതെ ഡിയോ ഡിയോ ഡിസക്ക് ഡിസക്ക് ഇങ്ങനത്തെ അടിപൊളി പാട്ടിട്ട് ഡാൻസ് ചെയ്ത് നമ്മുടെ വൈബ്രേഷൻ ഫ്രീക്വൻസിയെ നന്നായിട്ട് ഉയർത്തുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫ്രീക്വൻസിയെ, നമ്മുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെ ഉയർത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സ്. ഇതിപ്പോൾ ഒരു ദിവസം ചെയ്തിട്ടോ 2 ദിവസം ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു ഹാബിറ്റ് ആക്കിയാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ സൂപ്പറാകും. നിങ്ങൾ എന്താണോ ഇന്ന് വൈബ്രേറ്റ് ചെയ്യുന്നത് അതാണ് നാളെ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നത്. യുവർ ഇന്നർ ഫ്രീക്വൻസി ഈസ് യുവർ ഡെസ്റ്റിനി. ജീവിതത്തെ മാറ്റുന്നത് വലിയൊരു മിറക്കിളല്ല, ചെറിയൊരു വൈബ്രേഷണൽ ഷിഫ്റ്റാണ്. നിങ്ങൾ ഇന്ന് എന്ത് വൈബ്രേറ്റ് ചെയ്യുന്നു അതാണ് നിങ്ങളുടെ നാളുകൾ. സോ ലെറ്റ് us വൈബ്രേറ്റ് ഗുഡ് തിങ്സ്. ഈ വീഡിയോ കേട്ട് സ്കിപ്പ് അടിച്ച് അടുത്ത വീഡിയോയിലോട്ട് കടക്കാതെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്
പ്രാക്ടീസ് ചെറിയ രീതിയിലെങ്കിലും 5 മിനിറ്റ്സ് എങ്കിലും ചെറിയ കാര്യങ്ങളിലും പ്രാക്ടീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കൈവെള്ളയിലായിരിക്കും. താങ്ക് യു ആൻഡ് ബൈ ബൈ. ബി ദ ലൈറ്റ്.